ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിലാണ്, ലണ്ടനിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ സമ്മറിൽ ഡെലിവറി ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ, എങ്ങനെയാണ് അതിൻ്റെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇതിൻ്റെ മെസ്സേജൊക്കെ അയച്ചിട്ട്, പക്ഷേ നമുക്കിതിനെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഇത് വീഡിയോ ഒന്നും ചെയ്യാനും അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ, ഒരു ചെറിയ മോനുണ്ട്, പിന്നെ അത് മാത്രമല്ല ഈ മൂത്ത മോനെ സ്കൂളിൽ കൊണ്ടാക്കണം, ആയുഷ് മോനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വൈഫ് ആണെങ്കിലും മെറ്റേണിറ്റി ലീവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും പറ്റുന്നില്ല. അത് സമയമില്ല, അതാണ് വസ്തുത. വീഡിയോ ചെയ്ത് മാത്രം ഇരുന്നാൽ പോരല്ലോ, ജോലിക്ക് പോകണ്ടേ, അതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, അതായത് ഇന്ന് എത്രയാണ് ഡേറ്റ് വരുന്നത്, 12 ഡേറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇതിപ്പം ഒരു 3-4 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ എന്താണ് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എത്ര നേരം വർക്ക് ചെയ്യുന്നു എന്നൊക്കെ, അപ്പോൾ അതിന് എത്ര ഏണിങ്സ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ രാവിലെയല്ല, ഉച്ചയ്ക്ക് 12:30 മണി കഴിഞ്ഞു. കാരണം ഞാനത് വീഡിയോയിൽ സമയങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 12:30 മണി കഴിഞ്ഞു. ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓർഡർ വന്നു. തൊട്ടടുത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. എടുക്കേണ്ടതും തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലത്തെ കടയാണ്. അപ്പോൾ അവിടുന്ന് എടുത്ത് അവിടുന്ന് ഒരു ശകലമുള്ള ദൂരം കൊടുക്കണ്ടേ. നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാം, മൈൽ എഴുതി കാണിക്കത്തില്ല ഈ ഡെലിവറിൻ്റെ ആപ്പിൽ. അപ്പോൾ എത്ര മൈലാണെന്ന് നമ്മൾ സാധനം പിക്കപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് മാത്രമേ മൈൽ ദൂരേക്ക് കാണിക്കത്തുള്ളൂ. അതിന് മുന്നേ ഉള്ള സമയം കാണിക്കത്തില്ല, മൈലും സമയമൊന്നും കാണിക്കത്തില്ല. പക്ഷേങ്കിൽ ഊബറിലാണെങ്കിൽ മൈലും സമയമില്ല, നമ്മൾ ഓർഡർ വരുന്ന സമയത്ത് തന്നെ കാണിക്കും. അപ്പോൾ ഞാൻ കടയിൽ പോയി സാധനം എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതുപോലെ തെർമൽ ബാഗിലെല്ലാം സൂക്ഷിച്ചെല്ലാം നല്ല റെഡിയാക്കി വെച്ചു. നമുക്ക് കസ്റ്റമർക്ക് അത് ചൂടോടുകൂടി കൊടുക്കാനും, അതാണ് നിയമം. നമ്മൾ ഈ ഡെലിവറിൻ്റെ ആണെങ്കിലും അതുപോലെ ഓപ്പറേറ്റ്സിൻ്റെ ആണെങ്കിലും അവരുടെ നിയമം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മളിതുപോലെ തെർമൽ ബാഗിൽ സൂക്ഷിച്ച് വയ്ക്കണം. മറ്റേ ഗ്രോസറി ഐറ്റംസോ അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രിക്കലോ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. മെഡിസിൻ അങ്ങനെയെല്ലാം കിട്ടും. അതൊന്നും നമുക്ക് ഇതുപോലെ തെർമൽ ബാഗിൽ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ഐറ്റംസ് എല്ലാം നിർബന്ധമായിട്ട് തെർമൽ ബാഗിൽ വയ്ക്കണമെന്നാണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ പിന്നീട് ആൾക്കാരത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാധനം ചൂടില്ലെന്നും അതൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അധികം സമയമൊന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റി. ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 3.15 3.15 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ റേറ്റ് അറിയാമല്ലോ. ഇന്നിപ്പോൾ ഒരു പൗണ്ടിന് വില വരുന്നത് 112, 113 അങ്ങനെയായിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം 350 രൂപയോളം ആയി ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത് കൊടുത്ത ഉടനെ തന്നെ മറ്റേ ആപ്പിലേക്ക് നമുക്ക് അടുത്ത ഓർഡർ കിട്ടി, 3.95. അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ദൂരമൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. അതായത് എത്ര ദൂരത്തേക്കാണ് നമ്മൾ ടോട്ടൽ ദൂരം, അതായത് റെസ്റ്റോറൻറ്റിൽ പോയി കളക്ട് ചെയ്യേണ്ടതും, റെസ്റ്റോറൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കസ്റ്റമറുടെ അടുത്തേക്ക് പോകേണ്ടതും എല്ലാം ദൂരം സമയമെല്ലാം ഇതിനകത്ത് കാണിക്കും. നമുക്ക് കുറച്ചുകൂടി സൗകര്യമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ. പക്ഷേ ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഊബർ ഈറ്റ്സിനെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതലായിട്ട് ഓർഡർ വരുന്നതും കുറച്ചും കൂടി നല്ല പേ റേറ്റ് ഉള്ളതും ഈ ഡെലിവറിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഡെലിവറിയിലാണ് വർക്ക് ചെയ്യാറ്. പിന്നെ വേറെ ആപ്പുണ്ട് ഇവിടെ, ജസ്റ്റ് ഈറ്റ്, ഗോപഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗോപഫിൽ എനിക്ക് നമുക്ക് ഓർഡർ എടുക്കാനുള്ള ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മളവിടെ അവരുടെ ഈ സെൻറ്ററുണ്ട്, എടുക്കേണ്ട സെൻറ്റർ, അവിടെ പോയി നിൽക്കണം നമ്മൾ. അപ്പോൾ അവിടെ പോയി നിന്ന് അവരുടെ തന്നെ ഓർഡർ എടുക്കണം. വേറെ കമ്പനിയുടെ ഓർഡറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ ഫ്രീ ടൈമിലാണ് നമ്മൾ ഇതിനകത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡെലിവറിയിലും ഊബർ ഈറ്റ്സിലും വർക്ക് ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് ജസ്റ്റ് ഈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വീടുള്ള സോണിലല്ലായിരുന്നു എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയപ്പോൾ എനിക്കത് പോയി അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അക്കൗണ്ടങ്ങ് പോയി അത് ഉപയോഗിക്കാൻ പറ്റാണ്ടിരുന്ന് പിന്നെ അതങ്ങ് നിശ്ചലമായിപ്പോയി അക്കൗണ്ട്. ഈ ഓർഡർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1.7 മൈലാണ് ദൂരത്തേക്ക് കൊടുക്കേണ്ടിയുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിങ്ങനെ നമുക്ക് പോലെ ചറപറ ഓർഡർ വന്നുകൊണ്ടിരിക്കുക. അതായത് ഈ ഉച്ച സമയമാണ്. എനിക്കിപ്പം 12:35, 12:40 ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 12:45 മുതൽ ഏകദേശം ഒരു 2:30 മണി വരെ വർക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. അതായത് 2:45 ആകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ കയറണം.
3:15 കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു 3 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൊന്ന് ഫുഡും കൂടെ കഴിച്ചിട്ടങ്ങ് പോകാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. 3:15 ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിനെ വിളിച്ച് വന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഒരു 6 മണിയോടുകൂടി അടുത്ത ഷിഫ്റ്റിന് ഇറങ്ങണം. അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. ഷിഫ്റ്റ് ഒന്നുമില്ല ഇതിനകത്ത്. അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. ഇതാണ് എൻ്റെ നോർമൽ റൂട്ടീന്. ഞാൻ ഈ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നാട്ടിൽ വിമാനാപകടത്തെ പറ്റിയിട്ടുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണുന്നത്. നമ്മൾ ഫ്രീ ടൈമിൽ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ യൂട്യൂബെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വാർത്ത കണ്ടത്. പക്ഷേ ഈ വാർത്ത കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള മോഡൊന്നും ഉണ്ടായിരുന്നില്ല. വാർത്ത നമ്മളിങ്ങനെ അപ്ഡേറ്റ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് വെച്ചാൽ ഇങ്ങനെ എത്ര പേര് മരണപ്പെട്ടു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 1 by 1 ആയിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡീറ്റെയിൽ എല്ലാം വന്നു. ഇവിടെയും നാട്ടിലും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 4-4.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നപ്പം നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിനോട്ട് കൂടുതലൊരു താല്പര്യം തോന്നിയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യത്തെ സമയം കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആദ്യത്തെ ഷിഫ്റ്റിൽ ഏകദേശം എനിക്ക് 23 പൗണ്ട് എനിക്ക് കിട്ടി രണ്ടിലും കൂടി. അതായത് 12:30 മുതൽ 12:45 മുതൽ 2:02 വരെ ഒരു 1.25 മണിക്കൂറേ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്തുള്ളൂ. 1 മണിക്കൂർ ഒരു 50 മിനിറ്റ്. 23 പൗണ്ടാണ് കിട്ടിയത്. ഉച്ച സമയത്ത് പൊതുവേ ഓർഡർ കുറഞ്ഞൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ടേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പം ഞാനൊരു 6 മണിക്കാണ് അടുത്ത ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്തതിനകത്ത് മഴയൊന്നും കാണിക്കുന്നില്ല. നല്ല കാലാവസ്ഥയാണ് കാണിക്കുന്നത്. വിൻഡ് സ്പീഡൊന്നും വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. വിൻഡ് സ്പീഡും ടെമ്പറേച്ചറും ഒക്കെ ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തണുക്കും കുറച്ച് നേരം വണ്ടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടെടുത്തിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ഒരു ഡെലിവറോ തന്നിരിക്കുന്ന ഒരു ജാക്കറ്റ് ഉണ്ട്. ആ ജാക്കറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കോട്ടും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിട്ടോട്ട് ഓടിക്കാൻ കഴിയില്ല. ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അടിയിലത്തെ നമുക്ക് ഊരി വയ്ക്കാം. അതൊക്കെയാണ് പ്ലാന്. പിന്നെ പാൻറ് ഇട്ടിട്ടില്ല. മുന്നത്തെ ആദ്യത്തെ ഷിഫ്റ്റിന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റെയിനിൻ്റെ പാൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തിനകത്ത് പാൻറ് ഇട്ടിട്ടില്ല. പാൻറ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ കാണിക്കുന്നില്ല. ഏകദേശമൊക്കെ ഈ ഗൂഗിൾ അപ്ഡേഷനൊക്കെ ഇവിടെ ഏകദേശമൊക്കെ കറക്റ്റായിരിക്കും. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല. ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ തരക്കേടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ ഫ്രീ ഉള്ള ടൈമിൽ നോക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ സമയം 9:30 മണിയായി. രാത്രിയിൽ 9:30 മണിയാകുമ്പോഴും ഇങ്ങനെയാണ് കാലാവസ്ഥ ഉള്ളത്. അതായത് ഏകദേശം ഒരു 9:35 സൺസെറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9:45 10 മണിയൊക്കെ ആവും ഏകദേശം ഒന്ന് ഇരുട്ടായി വരണമെന്നുണ്ടെങ്കിൽ. ഞാനൊരു 10:15 10:30 വരെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10:15 10:30 ഇതാ ഇപ്പം ഞാൻ വർക്ക് നിർത്തി. 10:38 10:38 വർക്ക് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 50 ചില്ലറ ഓർഡർ വന്നു ഊബറിൽ. അതിനകത്ത് ഏകദേശം വളരെ ചുരുങ്ങിയ ഓർഡർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഏകദേശം ഇന്നത്തെ അതായത് ഊബറിലും ഡെലിവറിയിലും കൂടി ഏകദേശം 83 പൗണ്ട് 83.5 പൗണ്ടിനാണ് ഞാൻ ഓടിയത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് 49 പൗണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ വൈകുന്നേരം കൊണ്ട് ഇറങ്ങിയിട്ട് ഡെലിവറിയിൽ 49 മറ്റേതിനകത്ത് 34 പൗണ്ട് എല്ലാം കൂടി 83.5 പൗണ്ടാണ് കിട്ടിയത്. 10:38 ആ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ കയറി. ഇതാണ് സാധാരണ ഒരു നോർമൽ രീതിയിലുള്ള എൻ്റെ ഒരു ഈ ദിവസങ്ങളിലുള്ള വരവ്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വരവ് മൊത്തമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഊബറിൽ 387 ഡെലിവറിയിൽ 427 പൗണ്ടിൻ്റെ പണിയെടുത്തു. ഏകദേശം 800 പൗണ്ടിനടുത്ത് പണിയെടുത്തിട്ടുണ്ട്. 800 പൗണ്ടിന് മേലെ പണിയെടുത്തിട്ടുണ്ട്. 800 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കണക്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രൂപയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം 90,000 രൂപയോളമായി. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. 85,000 90,000 രൂപ അടുത്ത് ഏകദേശം വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, കൂട്ടി നോക്കിയാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വരവിനനുസരിച്ച് തന്നെ ഇവിടെ ചിലവുമുണ്ട്. ചിലവിൻ്റെ കാര്യങ്ങളും ലണ്ടനിലെ നമുക്ക് ജീവിക്കാൻ വേണ്ടി എത്ര രൂപ ഒരു മാസം നമുക്ക് ചിലവ് വരും, വീടിൻ്റെ വാടക, അതുപോലെ നമുക്ക് ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ ഈ അതിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ നമുക്ക് അതിൻ്റെ ലൈസൻസ് എടുക്കുന്ന കാര്യത്തെപ്പറ്റി, അങ്ങനെ ഒരുപാട് കാര്യത്തെപ്പറ്റി അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം, നന്ദി.